നമുക്ക് ഈ സൈസ് മീൻ കിട്ടിയാൽ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് എടുക്കാം. മസാല പുരട്ടി എടുക്കാം. ഇപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉലുവാപ്പൊടി, ലേശം കായപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മസാലകളെല്ലാം നനയ്ക്കാൻ ആവശ്യമായ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊഴിച്ച് നമുക്ക് നനച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടി നനയ്ക്കണം. നനയ്ക്കുകയെല്ലാം നല്ലതുകൂടെ പുരട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ആ പുളി വെള്ളത്തിൽ ആവശ്യമുള്ള ഉപ്പൂടെ ഇട്ട് എല്ലാം നല്ലതുപോലെ മിക്സാക്കി നല്ലതുപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന് ഈ മീനിലേക്ക് വരിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ ഞാൻ വരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഈ വരിഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് പുരട്ടാം. അരപ്പെല്ലാം ഞാൻ മീനിലേക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മീനെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി, നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്, ഇതിൻ്റെ അടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പില ഇട്ട് അതിൻ്റെ മേളിൽ മീൻ വെച്ച് അതിൻ്റെ മേളിൽ എണ്ണ ഒഴിച്ച് ഇപ്പോൾ 1 സ്പൂൺ വിനാഗിരിയാണ് അതിൻ്റെ മേളിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഈ മീനെല്ലാം നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മീനെല്ലാം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം കരിയുന്നതിന് മുമ്പേ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ മീനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം.